മാറ്റും എന്ന് പറയുമ്പോൾ അത് മാറ്റി കാണിച്ചു കൊടുക്കേണ്ടത് കേരളത്തിലെ മറ്റ് ജില്ലകൾക്ക് ഒരു മാതൃകയാക്കി കൊടുക്കേണ്ടത് അവരുടെ ഒരു ബാധ്യതയാണ്. അപ്പോൾ അത് കേന്ദ്രവും അതിനു വേണ്ടിയിട്ട് തയ്യാറാകാൻ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതുപോലത്തെ ഒരു മേയർ ഇവിടെ ആവശ്യമാണ്. അസംബ്ലി ഇലക്ഷൻ്റെ ആ ഒരു സ്റ്റേജിലേക്ക് കടക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു കർട്ടൻ റൈസർ ഉണ്ടാക്കുന്നതിന് ശ്രീ നരേന്ദ്രമോദിക്ക് തിരുവനന്തപുരത്തിന് നടത്തുന്ന പ്രഖ്യാപനങ്ങൾ അതൊരു പക്ഷേ കേരളത്തിന് മൊത്തം രോമാഞ്ചമുണ്ടാക്കുന്നതാക്കി മാറ്റാൻ അവർ ശ്രമിക്കും. BDS പോകുന്നത് BJPക്ക് അനുഗ്രഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു ജാതി പാർട്ടി ഈ മതപാർട്ടിക്കകത്ത് ഒരു മതം മാത്രം ജാതി ഇല്ലാതാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള നാടകങ്ങൾ ഇപ്പോൾ ഇനി കോർപ്പറേഷനകത്തും വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് VV രാജേഷിനെ എടുത്തത് ശരിയാണെന്ന് ഇന്ന് തന്നെ തെളിഞ്ഞു. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 3 നഗരങ്ങളിലൊന്നായി മാറ്റുമെന്ന് മേയർ VV രാജേഷ് പറഞ്ഞിരിക്കുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമാണ് VV രാജേഷ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ 45 ദിവസം തികയുന്നതിനകത്ത് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തി വികസന രേഖ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ തലവര മാറുകയാണോ? ഒപ്പം തന്നെ മറ്റ് കോർപ്പറേഷനുകളുടെ മേയർമാരായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ കോൺഗ്രസിനുള്ളിൽ കല്ലുകടി ഏറുകയാണോ? ചില പ്രസ്താവനകളാണ് ഈ ചോദ്യത്തിന് കാരണം. പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. തിരുവനന്തപുരത്തിൻ്റെ തലവര മാറുമോ എന്ന് ഞാൻ നേരത്തെ ചോദിച്ചു, ആവർത്തിക്കുകയാണ്. എന്ത് തോന്നുന്നു? VV രാജേഷ് മേയറായി വരുന്നു, അതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ട കാര്യം. ആദ്യം ശ്രീലേഖ റിട്ടയർഡ് IPS വരും എന്ന് വാർത്ത വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടായത്, രാജേഷിനെ കൊണ്ടുവരുന്നത്. എങ്ങനെ കാണുന്നു ഈ നീക്കത്തെ? ഈ നീക്കം, രാജേഷിനെ കൊണ്ടുവന്ന നീക്കം വളരെ ശരിയായി എന്നാണ് ആദ്യത്തെ ദിവസം തന്നെ സൂചിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ കോർപ്പറേഷൻ്റെ നഗരപിതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ സന്ദർഭത്തിൽ UDF LDF മുന്നോട്ട് വെച്ച പ്രധാന ഒരു പ്രതിസന്ധി തന്നെ 20 കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തത് ശരിയായില്ല, അതുകൊണ്ട് അവരെ അസാധുവാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ വെടി തന്നെ CPM ശക്തമായിട്ട് LDF ശക്തമായിട്ട് പ്രയോഗിച്ചിരിക്കുകയാണ്. പക്ഷേ എന്നാൽ ജില്ലാ കളക്ടർ അതിനെ അനുകൂലിച്ചില്ല. കാരണം അത് സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് പറയേണ്ടതായിരുന്നു. അത് കഴിഞ്ഞവർ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ് കൗൺസിലർമാരായി ഒപ്പിട്ട് ചുമതലയേറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ വരണാധികാരിക്ക് ഒന്നും ചെയ്യാനില്ല. ഇനി വേണമെങ്കിൽ, അല്ലെങ്കിൽ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിച്ച ആളിനൊന്നും ചെയ്യാനില്ല. ഇനി വേണമെങ്കിൽ ചെയ്യാനുള്ളത് കോടതിക്ക് മാത്രമാണ് എന്ന് പറഞ്ഞ് കോടതിയിലേക്ക് പിക്ചർ വിട്ടിരിക്കുകയാണ്. അപ്പോൾ BJPയുടെ ഒരു പ്രധാന പ്രതിസന്ധിയായി ഇത് വരുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷേ അതിനുള്ള സാധ്യത ഉണ്ട്. അതായത് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ള ദൈവങ്ങളുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യുന്നു, അല്ലേ? ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ളതാണ് നിയമസഭയിലും പാർലമെൻറ്റിലും ഒക്കെയുള്ള കീഴ്വഴക്കം. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അത്തരത്തിൽ തന്നെയാണോ എന്നുള്ളത് ഒരു ക്ലാരിഫിക്കേഷൻ ഒരുപക്ഷെ കോടതി നൽകേണ്ടതുണ്ട്. അതിൽ മറിച്ച് വരാൻ വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനു മുൻപ് ഹൈക്കോടതിയുടെ തന്നെ പല വിധികളുണ്ട്. ഇതുപോലെ ദൈവനാമത്തിൽ, ഈശ്വരനാമത്തിൽ എന്ന് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ദൈവത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യുകയോ മറ്റോ ചെയ്താൽ ആ ആൾ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു മുൻപ് നമ്മുടെ ഒരു MLAക്ക് ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ തെറ്റിച്ചതിന് ഫൈൻ വരെ വന്നു. 40,000 രൂപയും കണ്ട് ഫൈൻ കൂടെ ഇടാൻ കോടതി നിർദ്ദേശിക്കുകയുണ്ടായി. അപ്പോൾ അത് ഹൈക്കോടതി വിധിച്ചു. അതിനുശേഷം സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതിയും അതിനെ ശരിവയ്ക്കുകയാണ് ചെയ്തത്. സത്യവാചകം എപ്പോഴും ഈശ്വരനാമത്തിലായിരിക്കണം, അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ പോലെ ചെയ്യാം, അതേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും അല്ലാത്തൊരു പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യരുത് എന്നുള്ളതാണ്. അത് ത്രിതല പഞ്ചായത്തിലും ഈ നിയമം ബാധകമാണ് എന്നുള്ളതാണ് പൊതുവെ അറിയപ്പെടുന്നത്. പക്ഷേ അതിപ്പോൾ ഒന്നുകൂടെ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. അതിന് കോടതിയുടെ ഉത്തരവിനായിട്ട് വരേണ്ടി വരും. ഓക്കെ, എന്തായാലും എനിക്ക് തോന്നുന്നു മേ ബി കോടതി ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ആവശ്യപ്പെട്ടേക്കും. അത് മാത്രമായിരിക്കും. അല്ലാതെ ഇതിനകത്ത് ഇപ്പോൾ വേറൊന്നും ചെയ്യാൻ വഴിയില്ല. അവരുടെ കൗൺസിലറുടെ സ്ഥാനമൊന്നും പോവില്ല. ഒരു പക്ഷേ ഒന്നുകൂടെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പറഞ്ഞേക്കാം. അങ്ങനെ ഒന്നുകൂടെ സത്യപ്രതിജ്ഞ ചെയ്താൽ ഇവർ മേയറെ ഒന്നുകൂടെ തിരഞ്ഞെടുക്കണോ എന്നുള്ളതും
വേറൊരു വിഷയമായി വന്നേക്കാം. ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ തിരഞ്ഞെടുപ്പ് അടുത്തു, ഇനിയിപ്പോൾ മറ്റൊരു തിരഞ്ഞെടുപ്പ് കൂടി ഇരിക്കുന്നു, അധികം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി ഒരു എന്താണ് ഒരു മോശം കീഴ്വഴക്കത്തിന് അവർ തുനിഞ്ഞേക്കില്ല എന്നെനിക്ക് തോന്നുന്നു. അല്ല, അത് ഇതിപ്പോൾ ഒരു ചട്ടം സംബന്ധിച്ചതായതുകൊണ്ട് ചിലപ്പോൾ ചെയ്തേക്കും LDF അതിന് മുന്നോട്ട് നീങ്ങുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. LDF അതിന് ചിലപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചേക്കും. അവരുടെ മേയർ സ്ഥാനാർത്ഥിവരായിരുന്ന ദീപക് അത് ഏതാണ്ട് ശരിവെച്ചിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ അതായത് ഗോദയിൽ ഇറങ്ങുമ്പോൾ തന്നെ എതിരാളിക്ക് ഒരു പഞ്ച് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും LDF അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നും മറിച്ചൊന്നും സംഭവിക്കാനില്ല. പക്ഷേ എങ്കിൽ പോലും വീണ്ടും ഒരു സത്യപ്രതിജ്ഞ, ചിലപ്പോൾ വീണ്ടും ഒരു മേയർ സത്യപ്രതിജ്ഞയൊക്കെ വരുമോ എന്നുള്ള ഒരു ആകാംക്ഷ നിലനിർത്താൻ കഴിഞ്ഞിരിക്കും. അതിൻ്റെ അന്തിമ ഉത്തരം പറയേണ്ടത് കോടതിയാണ്. ഓക്കെ, എന്തായാലും അപ്പോൾ നമ്മൾ തുടങ്ങിയ സ്ഥലത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ VV രാജേഷിനെ മേയറാക്കി കൊണ്ടുവന്നത് BJPയുടെ ഒരു ശരിയായ പൊളിറ്റിക്കൽ തീരുമാനം എന്ന് തന്നെ പറയാം എന്നാണോ? തീർച്ചയായിട്ടും. കാരണം ഇത്തരം പ്രതിസന്ധികൾ ഇനി വളരെയധികം വരാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ 50 സീറ്റാണ്, 101 സീറ്റുള്ളിടത്ത് 50 സീറ്റാണുള്ളത്. ഇപ്പോൾ പാറ്റൂർ രാധാകൃഷ്ണൻ കൂടെ ചേർന്നതുകൊണ്ട്, കണ്ണമൂല വാർഡിൽ നിന്ന് വന്നതുകൊണ്ട് 51 ആയിട്ടുണ്ട്. രാധാകൃഷ്ണൻ ഒരു പക്ഷേ മേയർ സ്ഥാനത്തേക്ക് ഉള്ള ഇലക്ഷനുകളിലൊക്കെ ആ പിന്തുണ തുടർന്നേക്കാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്തുണ കൊടുത്തു. ഇനിയും ഇത് തുടർന്നേക്കാം. കാരണം ഇത് 5 വർഷവും നിൽക്കേണ്ടതാണ്. ഇത് ഇനി 6 മാസം വീണ്ടും പ്രതിസന്ധി വരികയോ അവിശ്വാസ പ്രമേയം വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴും ഈ വോട്ട് വളരെ നിർണായകമാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്ന് തന്നെ UDFൻ്റെ 2 സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്തപ്പോൾ അസാധുവായി. ശബരിനാഥിന് 19 വോട്ട് കിട്ടേണ്ടത് 17 വോട്ടായിട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ 2 പേര് അസാധുവായി വോട്ട് ചെയ്തതോടുകൂടി വലിയൊരു പ്രതിസന്ധി അവരുടെ ഇടയിൽ ഉണ്ടായേനെ. ഒരുപക്ഷെ ഇതൊരു ജോയിൻറ്റ് ഫൈറ്റോ വല്ല ആയിരുന്നെങ്കിൽ അത് BJPക്ക് വലിയൊരു ഗുണം ചെയ്തേനെ. അതിന് വേറെ ഒരുപാട് കണക്കുകൂട്ടലും രാഷ്ട്രീയ നിരീക്ഷണങ്ങളും വിശകലനങ്ങളും കൂടി വന്നേനെ. അസാധു ആയതാണോ ആക്കിയതാണോ എന്നാണ് ചോദിക്കുന്നത്. അതിനുള്ള സാധ്യതയും പലരും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതായത് ഒരു പ്ലാൻ B BJPക്ക് ഉണ്ട്. അതായത് 50 പുറമെ 1 or 2 സ്വതന്ത്രന്മാരെ കിട്ടിയില്ലെങ്കിൽ ഒരു പ്ലാൻ B തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ആവശ്യമെന്ന് വന്നാൽ ചിലപ്പോൾ 1 or 2 കൗൺസിലർമാർ തിരിഞ്ഞ് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായേക്കാമെന്ന് വരെ പറഞ്ഞിരുന്നു. പക്ഷേ അതാണോ ഇതാണെന്ന് അറിയില്ല. ഇപ്പം നന്നങ്കോട് കൗൺസിലർ ക്ലീറ്റസും വെങ്ങാനൂർ കൗൺസിലർ ലതികയും കയ്യൊപ്പിട്ടത് മാറിപ്പോയി എന്ന കാരണത്താൽ അസാധുവായിരിക്കുകയാണ്. ഓക്കെ. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ ഇനി ഓരോന്ന് വന്നുകൊണ്ടിരിക്കാൻ നാടകീയമായ രംഗങ്ങൾ ഒരുപാട് വരാം. കാരണം തുലാസിൽ നിൽക്കുന്ന ഒരു ഭരണമാണ്. ഈ ഭരണം കൊണ്ടുപോവുക ക്ലേശകരമാണ്. കാരണം 50 സീറ്റാണ് നമുക്ക് BJPക്ക് നമ്മുടേതെന്ന് പറഞ്ഞ് ഉറപ്പിക്കാൻ കഴിയുന്നത്. ബാക്കി 51 എണ്ണം, ഇപ്പോൾ ഒരെണ്ണം ആയിട്ടില്ല. അത് വിഴിഞ്ഞത്തും കൂടെ ഇലക്ഷൻ നടന്നാൽ മിക്കവാറും അത് UDFനായിരിക്കും അല്ലെങ്കിൽ LDFനായിരിക്കും എന്നൊക്കെയാണ് വിശ്വാസം. അപ്പോൾ അത് മാറി വരുമോ എന്നുള്ളത് അറിയാൻ പറ്റില്ല. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് പോലും രാധാകൃഷ്ണൻ്റെ ഒരു പിന്തുണ ഇല്ലെങ്കിൽ പ്രതിസന്ധിയിലാണ്. മറ്റൊരു കൗൺസിലർ പൂർണ്ണമായും പിന്തുണയുടെ കാര്യം ഉറപ്പ് തന്നിട്ടില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ശ്രീരേഖ റിട്ടയർഡ് IPSനെ പോലുള്ളവർ മേയർ സ്ഥാനത്തിരുന്നാൽ ഭരണ പ്രതിസന്ധികൾ ഉണ്ടാകുകയാണെങ്കിൽ, രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടാകുകയാണെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതൊരു പ്രശ്നമാണ്. ഒരു രാഷ്ട്രീയ മെയ്വഴക്കം വേണം. രാഷ്ട്രീയ മെയ്വഴക്കം അസാമാന്യമായിട്ട് വേണം. കാരണം ശരിക്കും കുതന്ത്രങ്ങളും അതിനേക്കാൾ വലിയ തന്ത്രങ്ങളുമൊക്കെ LDFിൽ നിന്നും വരാം. അപ്പോൾ ആ സന്ദർഭങ്ങളിൽ UDFും വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു താമര വിരിയരുത് എന്നാഗ്രഹിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇവിടെ LDFിനെ UDF സംബന്ധിച്ചിടത്തോളം. അപ്പോൾ മുമ്പൊരു താമര വിരിഞ്ഞത് നമുക്കറിയാം നേമത്ത്. അത് വേണ്ട രീതിയിൽ ഗുണകരമാകാത്തത് കൊണ്ടാണ് പിന്നീട് പല പ്രതിസന്ധികൾ വന്നത് എന്ന അഭിപ്രായമുണ്ട്. നേമത്ത് പ്രായാധിക്യം കൊണ്ടൊക്കെ ആയാലും O രാജഗോപാലിന് മുന്നോട്ട് പോകാൻ അധികം കഴിഞ്ഞില്ല. അവിടെ ഒരു താമര വിരിഞ്ഞതിൻ്റെ ഗുണം നേമത്ത് കാട്ടിക്കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കൂടിയാണ് 2ാം തവണ ഭരണം പോയത് എന്നും പറയുന്നുണ്ട്. പക്ഷേ അവിടെ വേറെ ചില കൂട്ടുകളികൾ നടന്നിട്ടുണ്ട്. അത് വേറൊരു കാര്യമായിട്ടും പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു കുറവ് ഭയങ്കരമായിരുന്നു. അതിനുശേഷം 2ാമത് താമര വിരിഞ്ഞത് തൃശ്ശൂരാണ്. തൃശ്ശൂരും ആ MP ക്ക്
ഒരു താമര വിരിഞ്ഞതിൻ്റെ ഗുണങ്ങൾ പൂർണ്ണമായും അവിടുത്തെ പ്രദേശവാസികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ആക്ഷേപവും നിൽക്കുന്നുണ്ട്. ഇതുപോലുള്ള പ്രശ്നങ്ങൾ തിരുവനന്തപുരം നഗരസഭയിൽ വരാതിരിക്കാൻ സംസ്ഥാനവും കേന്ദ്രവും BJP പിന്നെ ജില്ലാ ഭാരവാഹികളും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊരു റോൾ മോഡലാണ്. BJP ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ അടിമുടി മാറ്റും. ശ്രീ രാജേഷ് പറഞ്ഞ പോലെ മാറ്റും എന്ന് പറയുമ്പോൾ അത് മാറ്റി കാണിച്ചു കൊടുക്കേണ്ടത് കേരളത്തിലെ മറ്റ് ജില്ലകൾക്ക് ഒരു മാതൃകയാക്കി കൊടുക്കേണ്ടത് അവരുടെ ഒരു ബാധ്യതയാണ്. അപ്പോൾ അത് കേന്ദ്രവും അതിനു വേണ്ടിയിട്ട് തയ്യാറാകാൻ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതുപോലത്തെ ഒരു മേയർ ഇവിടെ ആവശ്യമാണ്. ഇപ്പോൾ ശ്രീ സുരേഷ് ഗോപിയെക്കുറിച്ച് പറയുന്നത്, സുരേഷ് ഗോപി പലപ്പോഴും ഈ മാധ്യമങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ആ മാധ്യമങ്ങളുടെ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ കലർന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം നെഞ്ചുവിരിച്ച് ചാടിച്ചെല്ലുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കുകൾ പല പ്രാവശ്യം ഏറ്റിട്ടുണ്ട്. ഇപ്പോൾ ശ്രീരേഖ എന്ന് പറയുന്ന പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒരുപക്ഷെ കുറച്ച് ഒതുങ്ങി നിന്നാൽ പോലും ഇത്തരം തന്ത്രങ്ങളിൽ ചിലപ്പോൾ വലയിൽ വീണു പോകാം. കാരണം അവർ വളരെ സ്ട്രൈറ്റ് ആയിട്ട് നീങ്ങുന്ന ഒരാളായിട്ടാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. എല്ലാം നേരെ ഉള്ള ചോദ്യത്തിന് നേരെ ഉത്തരം, നേരെയുള്ള പ്രവൃത്തിക്ക് നേരെ പ്രവൃത്തി എന്ന രീതിയിൽ പോകുന്ന ഒരു ശൈലിയാണ് അവരുടെ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അത്തരം പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ കുതന്ത്രങ്ങൾ പതിയിരിക്കുന്ന രാഷ്ട്രീയ അടവുകൾ പയറ്റുന്ന LDF UDFിനിടയിലും മാധ്യമങ്ങൾ തന്നെ രാഷ്ട്രീയം പയറ്റുന്ന പല മന്ത്രിസഭകളെ മറിച്ചിട്ടുള്ള മാധ്യമങ്ങളാണ് ഇവിടെ ഉള്ളത്. കെ കരുണാകരൻ പോലും തലകുത്തി വീണില്ലേ ഒന്നുമില്ലാത്ത ചാരക്കേസിൽ. ചാരക്കേസ് അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു. വെറും മനോരമ പത്രം ഉണ്ടാക്കിയ ഒരു ചാരക്കേസാണത്. അത് പിന്നീട് വലിയ പ്രശ്നമായി വരികയും അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ രാജിയിലേക്ക് കലാശിക്കുകയും രാജിവെച്ച് 2 വർഷം കഴിഞ്ഞപ്പം അതിലൊന്നുമില്ല എന്ന് ഹൈക്കോടതി തന്നെ പറയുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജി അസ്ഥാനത്തായി. അപ്പോൾ ഇതുപോലെ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ ഉണ്ടാക്കുന്നതിൽ നമ്മുടെ മാധ്യമങ്ങൾ വളരെ മിടുക്കന്മാരാണ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ കുതന്ത്രങ്ങളുടെ ഒരു പെരുമഴ തന്നെ ആയിരിക്കും എന്നാണ് പലരും കണക്ക് കൂട്ടുന്നത്. കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ BJPയെ അധികമൊന്നും ശല്യപ്പെടുത്താൻ ഇടയില്ല. അതിനുശേഷം ഒരു ഇന്ത്യ സഖ്യത്തിന് സാധ്യതയുണ്ട് എന്ന് ചിലരൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിവിടെ ഭരണത്തിൽ വരുന്നത് ആരാണ്, ഭരണത്തിൽ വരുന്നവരുടെ ഭൂരിപക്ഷം എത്രയാണ് എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. ഓക്കെ. അത് ഇപ്പം തന്നെ ഉള്ള പ്രധാന പ്രശ്നം പലയിടത്തും തൃശങ്കു പിന്നെ നഗരസഭകളൊക്കെ ഉണ്ട്. അതെ അതെ അതെ. അപ്പോൾ അതുകൊണ്ട് BJP ഇവിടെ ചവിട്ടി താഴെ ഇട്ടാൽ പലയിടത്തും BJPയും ഇതുപോലെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ കളിച്ചാൽ പലവിധ പ്രശ്നങ്ങൾ പലയിടത്തും ഉണ്ടായേക്കാം. അപ്പോൾ ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പം മാന്യമായ കളി എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാരണം 3 മാസത്തിനകം തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ ജനവിധി അട്ടിമറിച്ചു എന്ന് പറഞ്ഞാൽ അത് വേറൊരു ചീത്തപ്പേരായിട്ട് വന്ന് ചിലപ്പോൾ കൂടുതൽ താമര വിരിയാൻ അത് കാരണമായേക്കുമോ എന്നുള്ളൊരു പ്രശ്നം കൂടെ ഉണ്ട്. അതെ അതെ അതെ. ഇതെല്ലാം നിലനിൽക്കുന്നെങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ഹാൻഡായി അടുത്ത 5 വർഷത്തേക്ക്, അല്ലെങ്കിൽ ഇനി പിന്നെ മോദി സർക്കാർ താഴെ ഇറങ്ങുമ്പോൾ ഇനി 1 India 1 ഇലക്ഷനൊക്കെ വരികയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പോലും ഒരു 3 വർഷത്തേക്ക് ഒക്കെയുള്ളൊരു മന്ത്രിസഭ അവിടെ നിൽക്കും. ആ മന്ത്രിസഭയുടെ ഭൂരിപക്ഷം എത്ര, അതിൽ BJP എത്ര നിയമസഭയിൽ താമര വിരിയിക്കുന്നു, ഇതൊക്കെ പ്രധാനമാണ്. ഓക്കെ. തെസങ്കു ആയിട്ടുള്ള ഒരു അസംബ്ലിയാണോ വരിക? അങ്ങനെയാണെങ്കിൽ BJPയുടെ പിന്നെ നിഷ്പക്ഷമായി നിൽക്കുന്ന നിലപാടുകൾ എങ്ങോട്ട് മാറി നിൽക്കുന്നു എന്നുള്ളതൊക്കെ വലിയ ചോദ്യചിഹ്നമാകാൻ പോകുന്ന ഒരു അസംബ്ലിയും കൂടെയാണ്. അത് ഒരുപക്ഷെ UDF ആണ് വരുന്നതെങ്കിൽ LDF പിന്നെ അത്രയ്ക്കും ശക്തമായിട്ട് BJPയെ താഴെ ഇടാൻ ശ്രമിക്കുമോ എന്നുള്ളതും വേറൊരു പ്രശ്നമാണ്. ഇനി LDF ആണ് നിൽക്കുന്നതെങ്കിൽ UDFും ആ സന്ദർഭത്തിൽ പിന്നെ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് നിൽക്കാനായിട്ട് അവർക്ക് പിന്നെ ഒരു വൈമുഖ്യം വരും. കാരണം അവർ പ്രതിപക്ഷമാണ്. അതെ. അപ്പോൾ പിന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടെ ഇന്ത്യ മുന്നണി ആകുന്നത് എങ്ങനെയെന്നുള്ള പ്രശ്നവും അവിടെ വരും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഈ ത്രികോണ മത്സരത്തിൻ്റെ സാധ്യതകൾ തെളിഞ്ഞത് മുതൽ കേരള രാഷ്ട്രീയം വളരെ കുഴഞ്ഞു മറിയാൻ സാധ്യതയുള്ളതായി മാറിയിരിക്കുകയാണ്. ഇപ്പം നമ്മളത് കണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ വിവിധ നഗരസഭകളുടെയും ഇപ്പോൾ കോർപ്പറേഷനുകളുടെയും ഇലക്ഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പിക്ചറുകളൊക്കെ വ്യക്തമാകുന്നതാണ്. ഓക്കെ, അതിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് മറ്റൊരു കാര്യം, ഈ വി രാജേഷ് പറഞ്ഞു മുഖച്ഛായ മാറ്റം, ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച 3 നഗരങ്ങളിലൊന്നായി തിരുവനന്തപുരത്തെ മാറ്റും. അതിനുള്ള ആദ്യത്തെ ചുവടുവയ്പ്പുകൾ ഏതായാലും പ്രധാനമന്ത്രി വന്ന് തന്നെ ആയിരിക്കും പ്രഖ്യാപിക്കുക. അവർ ഓപ്പണായിട്ട് പറഞ്ഞതാണല്ലോ, എന്തായാലും വരും. അത് അവരുടെ പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ്. തീർച്ചയായിട്ടും അവിടെ അവരുടെ ഒരു എന്താണ് നമ്മൾ പറയുമല്ലോ അഡ്വാൻറ്റേജ് തുടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രധാനമന്ത്രിയെ കൊണ്ടുവരിക, ഇത് പ്രഖ്യാപിക്കുക,
ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തൊട്ടറിയാവുന്ന കാര്യങ്ങൾ നടപ്പിലാക്കും എന്നെൻ്റെ മനസ്സ് പറയുന്നു. എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും കാരണം അതിലൂടെ അവർക്ക് പ്രധാനമന്ത്രി 45 ദിവസത്തിനകം ഇവിടെ വരുമെന്ന് പറയും. ഇപ്പം ജനുവരി 9-ാം തീയതി തമിഴ്നാട്ടിൽ വരുന്നുണ്ട്. പക്ഷെ അത് തീരെ അടുത്ത് പോയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വരാൻ സാധ്യതയില്ലായിരിക്കാം. 45 ദിവസത്തിനകം വരും എന്ന് വി രാജേഷ് പറഞ്ഞത് ഏതാണ്ട് ശരിയായിരിക്കാം. അപ്പോഴേക്കും നമ്മുടെ നമ്മുടെ അസംബ്ലി ഇലക്ഷൻ്റെ ആ ഒരു സ്റ്റേജിലേക്ക് കടക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു കർട്ടൻ റൈസർ ഉണ്ടാക്കുന്നതിന് ശ്രീ നരേന്ദ്രമോദിക്ക് തിരുവനന്തപുരത്തിന് നടത്തുന്ന പ്രഖ്യാപനങ്ങൾ അത് ഒരുപക്ഷെ കേരളത്തിന് മൊത്തം രോമാഞ്ചമുണ്ടാക്കുന്നതാക്കി മാറ്റാൻ അവർ ശ്രമിക്കും. അത് മറ്റ് പല സ്ഥലങ്ങളിലും താമര വിരിയിക്കുന്നതിന് ഗുണകരമാകുമെന്നാണ് BJP കരുതുന്നത്. സ്വാഭാവികമായും അങ്ങനെ തന്നെ കരുതി കൂടിയേ നമുക്ക്. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ജനങ്ങൾ പഴയതുപോലെയല്ല. അവർക്ക് കൃത്യമായി പറഞ്ഞാൽ മാറ്റം വേണം, വികസനം വേണം. ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാത്ത സർക്കാരുകളെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഗുണ്ടായിസം അവർക്ക് ഇഷ്ടമല്ല. സാധാരണഗതിയിൽ മലയാളികൾ ഇപ്പോൾ അത് കൃത്യമായി തന്നെ പല സ്ഥലത്തും പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട് വോട്ടിങ്ങിലൂടെ. അപ്പോൾ ഗുണ്ടായിസത്തിന് എതിരെയുള്ളൊരു വിധിയെഴുത്ത്, അതുപോലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് കൃത്യമായി ഒരു വിധിയെഴുത്ത് ലഭിക്കുകയും അതിനുശേഷം ഇപ്പോൾ തൊട്ടറിയുന്ന വികസന പ്രവർത്തനങ്ങൾ അതിനകം നടപ്പിലാക്കുകയും പ്രധാനമന്ത്രി തന്നെ വന്ന് പ്രഖ്യാപനം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം പോലെ നമുക്കുമാകണം, BJPക്ക് വോട്ട് ചെയ്യണം എന്നൊരു ചിന്ത വോട്ടർമാർക്കിടയിലേക്ക് കടന്നു വരാൻ അത് വരുത്താനുള്ള തീവ്രമായ ശ്രമം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകും. കാരണം ഇവിടെ ഈ ഇടതുപക്ഷം 40 വർഷത്തിലേറെ തിരുവനന്തപുരം ഭരിച്ചെങ്കിലും ടാഞ്ചിബിളായിട്ടുള്ള ഒന്നും അവർക്ക് ഇല്ല എന്ന് കാട്ടിക്കൊടുക്കാനില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ പലതും സ്റ്റാറ്റിസ്റ്റിക്സാണ്. സ്റ്റാറ്റിസ്റ്റിക്സിലെ കളികളും കള്ളക്കളികളുമാണ് അവർ ഒന്നാമതായി കേരളം അല്ലെങ്കിൽ ഒന്നാമതായി തിരുവനന്തപുരം എന്നൊക്കെ പറയാനായിട്ട് ഉപയോഗിക്കുന്നത്. അതേസമയം BJPക്ക് പല നഗരങ്ങളിലും പല സംസ്ഥാനങ്ങളിലും അവർ ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ ശക്തമായി ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. ആ മാറ്റം ഒരുപക്ഷെ BJPക്ക് വളരെ ഗുണകരമായിട്ട് വരും. ഇപ്പോൾ മെട്രോ വരുന്നത്, അതുപോലെ തന്നെ മെഡിസിറ്റി എന്ന് പറഞ്ഞ് ഒരു സിറ്റി ഡെവലപ്മെൻറ്റ് മെഡിക്കൽ രംഗത്തേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് മെഡിക്കൽ കോളേജ്, കണ്ണമ്മൂല, ഉള്ളൂർ, ഈ വാർഡുകളെല്ലാം ചേർത്തുകൊണ്ട് ഒരു മെഡിസിറ്റി എന്ന് പറഞ്ഞൊരു പ്രത്യേക ഏരിയ വരുന്നു. അവിടെ കൂടുതൽ മെഡിക്കൽ ഫെസിലിറ്റീസ് വരുന്നു, മെഡിക്കൽ ടൂറിസത്തിനുള്ള സാധ്യതകൾ അവിടെ കൊണ്ടുവരുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ ജനങ്ങളുടെ അഭിപ്രായവും തേടുമെന്ന് ജനങ്ങളുടെ അഭിപ്രായത്തിൽ പ്രധാനപ്പെട്ടതെല്ലാം തേടും. അതുപോലെ തന്നെ നഗരം ഇപ്പോൾ 100 രൂപ എല്ലാ വീടുകളിൽ നിന്നും വാങ്ങുന്നെങ്കിലും നഗരത്തിലെ ശുചിത്വം പലപ്പോഴും ശരിയാകുന്നില്ല. ഇത് കൊണ്ടുവരുന്ന പല മാലിന്യങ്ങളും പട്ടിക്ക് കൊടുക്കുന്നു, പന്നിക്ക് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ ഇത്രയും മാലിന്യങ്ങൾ തിന്നാൻ ഏത് പന്നിയിരിക്കുന്നു എന്ന് ചോദിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ പലയിടത്തും വേണ്ട രീതിയിൽ സംസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമാണ്. LDFിനെ പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം ശ്രീ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇവിടെ കൊണ്ടുവന്ന ആ മാലിന്യ പ്ലാന്റ് അത് തകർത്തത് വലിയൊരു പ്രശ്നമാണെന്ന് സുപ്രീം കോടതി പ്രത്യേകം പറഞ്ഞതാണ്. ആ പ്ലാന്റ് നിർത്താൻ നിങ്ങളൊരു കാരണവശാലും അവസരം കൊടുക്കരുത്. അവിടുത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഷേധമുണ്ടെങ്കിൽ അവരെ മാറ്റി പാർപ്പിച്ചോ, കൂടുതൽ അല്ലെങ്കിൽ വളരെ ശുദ്ധമായിട്ട് ആ പ്ലാന്റിൻ്റെ പ്രവർത്തനം, മാലിന്യ പ്ലാന്റിൻ്റെ പ്രവർത്തനം വിളപ്പിശാലയിൽ നടത്തിക്കൊണ്ട് വിളപ്പിശാലയിൽ ജനങ്ങളെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് കയ്യിലെടുത്തുകൊണ്ട് ആ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്നാണ് പറയുന്നത്. ഇപ്പോൾ സിംഗപ്പൂർ പലരും പോയിട്ടുള്ളവർക്കറിയാം. സിംഗപ്പൂരിലെ ടൂറിസ്റ്റ് ഗൈഡ് പറയുന്നത് എന്തറിയാമോ? അവർ സുവേജ് വാട്ടർ ഈസ് യുവർ ഡ്രിങ്കിങ് വാട്ടർ എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ കക്കൂസ് മാലിന്യം നിങ്ങളുടെ ഡ്രിങ്കിങ് വാട്ടറായിട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പ്യുവറായിട്ടാണ് ഞങ്ങൾ ഈ മാലിന്യത്തെ ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അവിടെ കുടിക്കാൻ പോലും പ്രശ്നമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് ഇവിടെ പോകുന്ന മാലിന്യങ്ങളെ ശുചിയാക്കി അവിടെ എടുത്ത് പ്യുവറായിട്ട് വാട്ടർ കൊണ്ടുവന്ന് അത് കൃഷിക്കും മറ്റും ഭാരക്കും മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അവിടെ ഒരു സ്മെല്ലും ഇല്ലാതെ ആക്കി കഴിഞ്ഞാൽ കീടങ്ങളില്ലാതെയൊക്കെ അവിടെ ഇരിക്കാൻ കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളും തൃപ്തിയായേനെ. അതിന് പകരം ആ സാധനം അടച്ചുപൂട്ടി എന്നുള്ളത് അതിന് LDFും കൂട്ടുനിന്നു എന്നുള്ളത് അവർക്കൊക്കെ പറ്റിയ ഒരു വലിയ അപകടമാണ്. സുപ്രീം കോടതി വളരെ കർക്കശമായിട്ട് പറഞ്ഞതാണ്, നിങ്ങൾ ഒരു കാരണവശാലും ആ മാലിന്യ പ്ലാന്റ് പൂട്ടരുത്, ജനങ്ങളെ വേണ്ട വിധത്തിൽ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ശുചിത്വം കൊടുത്തുകൊണ്ട് ആ മാലിന്യ പ്ലാന്റിൻ്റെ അപാകതകൾ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നാണ്. ഇവിടെ ഈ മാലിന്യ കുഴിയിൽ വീണ
കുഴിയിൽ വീണ് ഒരു ശുചീകരണ തൊഴിലാളിക്ക് ജീവൻ നഷ്ടമായി. എന്നിട്ട് പോലും അവിടെ കൃത്യമായി പിന്നീട് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് മേയർ പറഞ്ഞെങ്കിലും അത് നടന്നില്ല. ഇപ്പോഴും ശോചനീയമാണ് അവസ്ഥ. തീർച്ചയായിട്ടും ഓപ്പറേഷൻ അനന്ത എന്ന് പറഞ്ഞ പദ്ധതി പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പീരീഡിൽ 2 IAS ഉദ്യോഗസ്ഥർ ഇവിടെ നടത്തിയതാണ്. അതിന് പോലും വേണ്ട രീതിയിൽ പിന്നെ കണ്ടിന്യൂറ്റി ഉണ്ടായില്ല. അന്ന് കളക്ടറായിരുന്ന ബിജു പ്രഭാകരൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ, ജി തോംസൺ ചീഫ് സെക്രട്ടറി ആയിട്ട് 2 IAS ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തിന് ഏതാണ്ട് പിന്നെ വെള്ളക്കെട്ടില്ലാത്ത വിധത്തിൽ, പ്രധാനപ്പെട്ട ഏരിയയിൽ വെള്ളക്കെട്ടില്ലാത്ത വിധത്തിലാക്കുന്നതിനും പാർവതി പുത്തനാറിലേക്ക് ശുചിയായിട്ട് വെള്ളം പോകുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തതാണ്. ഓക്കെ, വേറൊരു വിഷയം എനിക്ക് തോന്നുന്നു, ഞാൻ ചോദിക്കട്ടെ. ഈ ആശാനാഥ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ആര്യ രാജേന്ദ്രനെ പോലെ അഹങ്കാരിയായിരിക്കില്ല, അല്ലെങ്കിൽ ധാർഷ്ട്യം ഉള്ളവളായിരിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ ധാർഷ്ട്യം അവരുടെ ഒരു പ്രശ്നമാണ്. ഇത് ആര്യ രാജേന്ദ്രൻ്റെ മാത്രം പ്രശ്നമല്ല. CPM-ൻ്റെ പ്രാദേശിക നേതാക്കളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ധാർഷ്ട്യമാണ്, ഗുണ്ടായിസമാണ്. അവിടെയൊക്കെ ഗുണ്ടാ പിരിവ് പോലെയാണ് ഈ പല കച്ചവടക്കാരിൽ നിന്നും പിടിച്ചു വാങ്ങുന്നതെന്നാണ് ചിലരൊക്കെ നമ്മളോട് ഓഫ് ദ റെക്കോർഡായി പറഞ്ഞിട്ടുള്ളത്. അല്ല, ഓഫ് ദ റെക്കോർഡല്ല, അതൊക്കെ ഓൺ ദ റെക്കോർഡ് തന്നെയാണ്. അത് എല്ലാ കാര്യങ്ങളിലും അവരങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം പിന്നെ ചുമട്ടുതൊഴിലാളികളുടെ കാര്യമായാലും ഈ പണപ്പിരിവിൻ്റെ കാര്യമായാലും ഒക്കെ മേശക്കടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര രൂപ കിട്ടണം എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രേഡുകാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. വ്യാപാരി വ്യവസായികൾ പ്രത്യേക സംഘടന ഉണ്ടാക്കാൻ തന്നെയുള്ള കാരണം അതാണ്. അതുപോലെ തന്നെ ഈ ചുമട്ടുതൊഴിലാളികൾ നടത്തുന്ന പ്രവർത്തനം, അവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പണം വാങ്ങുന്നത്, ഇപ്പോഴും നോക്കുകൂലി നിലവിൽ നിൽക്കുന്നത്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അവനവന് ഇഷ്ടമുള്ള ആളിനെ കൂലിക്ക് വെക്കാം എന്ന് സുപ്രീം കോടതി വിധിയുണ്ട്. ആ വിധി നടപ്പിലാക്കാൻ പോലും പലപ്പോഴും പോലീസ് ഉൾപ്പെടെയുള്ളവർ സഹായിക്കാത്തതുകൊണ്ട് കേരളത്തിൽ സാധിക്കുന്നില്ല. ഇത് ട്രേഡുകാർക്കൊക്കെ വളരെ പ്രശ്നമാണ്. അതെ, കച്ചവടക്കാർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ജോലിക്ക് ഒരാൾ നിൽക്കവേ തന്നെ അയാളെ നോക്കി നിർത്തിക്കൊണ്ട് വേറൊരാളെ കൊണ്ട് ഇറക്കിക്കൊള്ളുന്നൊരവസ്ഥ ഇവിടെ അടുത്ത് തിരുവനന്തപുരം. അപ്പോൾ ഡബിൾ കൂലി ഒരാൾക്ക് കൊടുക്കുന്നു, അതിൽ കൂടുതൽ കൂലി അയാൾക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ജില്ലയാണോ അതോ കൊല്ലം ജില്ലയുടെ ഈ അതിർത്തി പ്രദേശത്താണോ എന്നറിയില്ല, ഒരു വീട്ടമ്മ സ്വന്തം മതിൽ കെട്ടാൻ വേണ്ടി ഇഷ്ടിക ഇറക്കുമ്പോൾ അതിന് പോലും നോക്കുകൂലി ചോദിച്ചു വന്നു, അല്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ചില സാഹചര്യം ഉണ്ടായി. തൊഴിലാളി യൂണിയനുകൾ എല്ലാ വീട് വയ്ക്കുന്നവർക്കും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. കാരണം നമ്മൾക്ക് കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇറക്കാനായിട്ട് അവിടെ തന്നെ ജോലിക്കാരുണ്ട്. അതെ, കാരണം അവിടെ ഒരു പണിക്കാർ നിൽക്കുകയാണ്. ആ പണിക്കാരനെ നിർവീര്യമാക്കി നിർത്തിക്കൊണ്ട്, അതായത് നമ്മൾ പൈസ കൊടുക്കുന്ന പണിക്കാരൻ അവിടെ നിർവീര്യമായി നിന്നുകൊണ്ട് വേറൊരാൾക്ക് ഇതിനേക്കാൾ വലിയ തുക കൊടുത്തുകൊണ്ട് സാധനം ഇറക്കേണ്ടി വരിക. അല്ല, പല സ്ഥലത്തും അങ്ങനെ ഇവർ ജോലി ചെയ്യാറില്ല. അവരെ കൊണ്ട് നിങ്ങളുടെ പണിക്കാരെ കൊണ്ട് ഇറക്കിച്ചോളൂ, ഞങ്ങൾക്കുള്ളത് നിങ്ങൾ തരൂ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ലോക്കൽ ലെവൽ പ്രശ്നങ്ങളുണ്ട്. ഇത്തരത്തിൽ ഈ വിഷയങ്ങൾ ഈ ലോക്കൽ നേതാക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഇടപെടാൻ സാധിക്കില്ല. അവർ ഇടപെടില്ല, കാരണം അവർക്കും ഈ ഗുണ്ടാപിരിവിൽ ചിലപ്പോൾ പങ്കുണ്ടാകണം. അവർക്ക് പാർട്ടിയുടെ ചിലപ്പം ചില നിർദ്ദേശങ്ങൾ കാണും അവരെ സംരക്ഷിച്ച് നിർത്തണമെന്ന്. വേറൊരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ അതൊക്കെ BJP കൗൺസിലർമാർ വിചാരിച്ചാൽ കുറച്ചുകൂടെ നയപരമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ 50 നഗരസഭകളിൽ വാർഡുകളിലെങ്കിലും പല മാറ്റങ്ങളും വരുത്താൻ സാധിക്കും. അതുപോലെ വി രാജേഷ് വേറൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾ 50 എന്നുള്ളത് നിജപ്പെടുത്തുകയില്ല, ഞങ്ങൾ 101 വാർഡിലും വേണ്ട പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഒരുപോലെ കൊണ്ടുപോകാൻ ശ്രമിക്കും എന്നുള്ളത്. അത് 2 കാര്യങ്ങളാണ്. ഒന്ന്, മറ്റ് കൗൺസിലർമാരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പോവുക എന്നുള്ളൊരു നയം. രണ്ടാമത്തേത്, തിരുവനന്തപുരം ഇപ്പോൾ ഞങ്ങൾ ജയിച്ചെടുത്ത് മാത്രം വികസന പ്രവർത്തനം നടത്തിയത് കൊണ്ട് അതിൻ്റെ ഒരു മാറ്റം തിരുവനന്തപുരത്ത് കാണാൻ കഴിയില്ല. തിരുവനന്തപുരത്തെ 101 വാർഡിലും മാറ്റം വരുത്തിയാലേ BJPക്ക് തങ്ങൾ തിരുവനന്തപുരത്തെ മൊത്തത്തിൽ ജനതയെ, വോട്ട് ചെയ്തവരും ചെയ്യാത്തവരുമായ ജനതയെ മുഴുവൻ ഞങ്ങൾ സംരക്ഷിച്ചു, ഞങ്ങൾ വേണ്ട സേവനം ചെയ്തു എന്ന് പറയാൻ കഴിയുള്ളൂ. ഇതായിരിക്കും അവർക്ക് മറ്റു സ്ഥലങ്ങളിൽ മാതൃകയാക്കാൻ കഴിയും. അല്ല, ഞാൻ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല, അങ്ങേക്ക് തന്നെ നന്നായിട്ട് അറിയാം. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ പേട്ടയ്ക്കടുത്ത് ഈ കേരളാവധി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പേട്ടയ്ക്ക് തൊട്ടടുത്തുള്ള കണ്ണമൂല വാർഡിൽ നിന്നാണ് ശ്രീ പാറ്റൂർ രാധാകൃഷ്ണൻ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ജനങ്ങൾ പൊറുതിമുട്ടിയാണ് ഒരു സ്വതന്ത്രനെ വിജയിപ്പിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിന് നല്ല സ്വാധീനമുണ്ട് അവിടെ. എന്നിരുന്നാലും ഒരു സ്വതന്ത്രനെ വിജയിപ്പിക്കുക എന്നുള്ള നിലയിലേക്ക് ജനങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ അവർ പൊറുതിമുട്ടിയിട്ടുണ്ടാകണം. ആ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പല സ്ഥലത്തും മൂക്ക് പൊത്താതെ നടന്നു പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ്. തിരുവനന്തപുരം നഗരത്തിനുള്ളിലാണ്. അതെ, ഈ തോടിൻ്റെയൊക്കെ ബ്ലോക്കുകളുള്ള സ്ഥലങ്ങൾ അവിടെ വരികയാണ്. അപ്പോൾ ഒരു വെള്ളം പൊക്കം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പല വീടുകളിലും ഈ മാലിന്യ ജലം കയറുകയാണ്. തിരുവനന്തപുരത്ത് മഴ ശക്തമായി പെയ്തു കഴിഞ്ഞാൽ ആ പ്രദേശത്തെ പല വീടുകളിലും മാലിന്യം കയറുകയാണ്. 40 വർഷം പിന്നെ LDF ഭരിച്ചിട്ടും കണ്ണമ്മൂലയ്ക്കടുത്ത് ആയിരുന്നു പിന്നെ ആദ്യകാലത്തെ മേയർമാർ വരെ. എന്നിട്ട് പോലും ശ്രീ
അടക്കമുള്ളവർ, മേയർ MP പത്മനാഭൻ അടക്കമുള്ളവർ ആ പ്രദേശത്ത് നിന്ന് വന്ന ആൾക്കാരാണ്. അവർക്ക് പോലും ഇതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതാണ് ഈ വേറൊന്ന്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷവും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഒരു സാമുദായികമായിട്ടുള്ള ഒരു 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 ബാലൻസ് കീപ്പ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. പലപ്പോഴും പല സ്ഥലത്തും ഈ CPM നേരിടുന്നൊരു വിഷയം ഈഴവരുടെ ഒരു കൊഴിഞ്ഞുപോക്കാണ്. ആ ഈഴവരുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിന് പോലും ഇപ്പോഴും അവർക്ക് സാധിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല സ്ഥലങ്ങളിലും അത് നടക്കുന്നുണ്ട്. അവരുടെ BJP ഈഴവരുൾപ്പെടെയുള്ള വിഭാഗങ്ങളെ അവരുടെ കൂടെ ചേർത്ത് കഴിഞ്ഞു. നായർ നേരത്തെ ഉണ്ട്, ഈഴവരെ ഒരു വിഭാഗത്തിനെയും കൂടി ഇപ്പോൾ കയ്യിലാക്കിയിട്ടുണ്ട്. ഇനി പിന്നെ BDJS ഇവിടുന്ന് വിട്ടുപോയാൽ പോലും അവർ തിരിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. ആ വിധത്തിലൊരു രീതി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ BDJS പോയാൽ പോലും BDJS പോകുന്നത് BJPക്ക് അനുഗ്രഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ജാതി പാർട്ടി ഈ മതപ്പാർട്ടിക്കകത്ത് ഒരു മതം മാത്രം ജാതി ഇല്ലാതാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. താഴ്ന്ന ജാതി, ഉയർന്ന ജാതി, മേൽജാതി, കീഴ്ജാതി ഇതൊന്നും വരാതിരിക്കാനാണ് BJP ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അവിടെ ജാതി പാർട്ടികൾ വന്നു കഴിഞ്ഞാൽ BDJS വന്നാൽ നാളെ ഒരു തന്നെ NDP കൊണ്ടുവരും, NSS പാർട്ടിയും കൊണ്ടുവരും. അങ്ങനെ വരുമ്പോൾ KPMS വേറൊരു സംവിധാനം കൊണ്ടുവരും, ബ്രാഹ്മണ സഭ വേറൊന്നും കൊണ്ടുവരും. അപ്പോൾ അത് BJPക്ക് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ അവർ BDJS നല്ല മനസ്സോടുകൂടി പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അവർക്ക് വലിയ ദോഷം വരാനും പോകുന്നില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ BJPക്ക് അനുഗ്രഹമായിട്ടാണ് വരിക. പിന്നെ സാമുദായികമായിട്ട് പ്രശ്നം വരുന്നത് ക്രിസ്ത്യൻ ഹിന്ദു ഐക്യം ഉണ്ടായിരിക്കുന്നതിനെ തുലയ്ക്കാനായിട്ട് വൻ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഇന്നലെ ക്രിസ്മസിന് ഇവിടെ നടന്ന ഒന്നാന്തരം വിദ്വേഷ TV ചാനൽ പ്രക്ഷേപണങ്ങൾ. എല്ലാം പ്രധാനപ്പെട്ട മെയിൻ ചാനലുകളും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ക്രിസ്മസ് കരോളിനെ വെച്ചുകൊണ്ട് വലിയൊരു പിന്നെ വിപത്ത് ഇവിടെ നടന്നിരിക്കുന്നു എന്ന രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത്. അതെ, ഇപ്പോൾ ചില സ്ഥലത്ത് ക്രിസ്മസ് കരോൾ BJP പ്രവർത്തകരും സംഘടിപ്പിച്ചു, അതെ, അനുഭാവികളും സംഘടിപ്പിച്ചു. അതിനിടയിലേക്ക് CPMകാർ കടന്നു കയറി ആക്രമിക്കുന്നത്, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ മർദ്ദിക്കുന്നത് അത് ഹൈലൈറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, പാലക്കാടെങ്ങാണ്ട് ഒരു പിന്നെ RSSകാരോ ആരോ ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനയിൽ ഏതോ ഒന്ന് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷയത്തെ വലിയ വിഷയമാക്കി. എൻ്റെ വാർഡ് എന്ന് പറയുന്നത് ഒരു BJP വാർഡാണ്. അവിടെ 5 കരോൾ ഇത് ഞാൻ കണ്ടു, ക്രിസ്മസ് കരോൾ പോകുന്നത് ഈ 2-3 ദിവസത്തിനകത്തൊക്കെ. അവിടെ ഒരിടത്തും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പം ഞാനത് കണക്ക് നോക്കിയപ്പം ഒരു വാർഡിൽ ഇങ്ങനെയാണെങ്കിൽ 23,600 ചില്ലാനും വാർഡുകളിൽ എത്ര കരോളുകൾ നടന്നു കാണും? എൻ്റെ വീടിൻ്റെ ലക്ഷക്കണക്കിനെങ്കിലും നടന്നു കാണും. കേരളം ഒട്ടാകെ ലക്ഷക്കണക്കിന് നടന്നു. ഇനി വേണ്ട 50,000 നോക്കി, ഏറ്റവും കുറഞ്ഞത് മിനിമം 50,000 ക്രിസ്മസ് കരോളുകൾ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ടാകും. അതിൽ ഒരെണ്ണമാണ് ഈ സംഘപരിവാർ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. ആ സാധനത്തെ വെച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുത്തെ ചാനലുകൾ എന്തൊരു ഘോരഘോര പ്രസംഗങ്ങളാണ് നടത്തിയത്. ഒരിടത്തൊരു പള്ളിയിലച്ചനെ കൊണ്ടുവയ്ക്കും, ഒരിടത്തൊരു പിന്നെ ഹിന്ദു സംഘടനയുടെ ആളെ വയ്ക്കും, ഇവർ തമ്മിൽ പോര്, എന്നിട്ട് നാട്ടുകാരെ മുഴുവൻ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ സന്ദേശമായ ക്രിസ്മസിന് ഇവിടെ വിദ്വേഷത്തിൻ്റെ സന്ദേശമാണ് ടെലിവിഷൻ ചാനലുകൾ വിതറിക്കൊണ്ടിരുന്നത്. ക്രിസ്മസിന് സ്നേഹ സന്ദേശം കേട്ടല്ല ക്രിസ്ത്യാനികൾ ഉറങ്ങിയത്. അവർ ഭയന്നുകൊണ്ട് വിദ്വേഷത്തിൻ്റെ സന്ദേശം കേട്ടുകൊണ്ടാണ് ഉറങ്ങിയത്. ഇത് പള്ളികളിൽ പോലും പലയിടത്തും പിന്നെ പ്രീസ്റ്റുകൾ ചെയ്തു എന്നുള്ളത് ഖേദകരമാണ്. ഇന്നെങ്കിലും പറയാൻ പാടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡൽഹിയിലെ കത്തീഡ്രലിലെ ബിഷപ്പ് പറഞ്ഞതാണ്. 3-4 സ്ഥലങ്ങളിൽ ഇങ്ങനെ നടന്നു. അപ്പോൾ കേരളത്തിൽ 50,000 1 ലക്ഷം ഉണ്ടെങ്കിൽ ഈ ഇന്ത്യ മുഴുവൻ എത്ര സ്ഥലത്ത് കരോളുകൾ നടന്നു കാണും? അതിൽ ഒരു 4 സ്ഥലത്തെ പറ്റി അവരെടുത്ത് പറയുന്നത്. ഒന്ന് മധ്യപ്രദേശിലെ ജബൽപൂരിൽ, ഒന്ന് ഡൽഹിയിൽ, ഇങ്ങനെ 3-4 സ്ഥലത്തെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഈ 3-4 സ്ഥലത്തിന് ഒരു ലക്ഷക്കണക്കിന് സ്ഥലത്ത് കരോളുകൾ നടന്നിട്ടുണ്ട്. അതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് 4 എണ്ണം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൽ നടന്ന ഒരു മസ്തിഷ്ക പ്രക്ഷാളനം എത്ര വലുതായിരുന്നു. അതിൽ ആ ബിഷപ്പ് പറഞ്ഞ കാര്യം എനിക്ക് ഇഷ്ടപ്പെടുന്നു പറഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞത് സം ഇഷ്യൂസ് ആർ ദെയർ, ടുഡേ ഐ ആം നോട്ട് ടോക്കിംഗ്, ടുഡേ ഈസ് എ ഡേ ഫോർ പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി എന്നാണ് പറഞ്ഞത്. അത് നമ്മുടെ ഇവിടുത്തെ ബിഷപ്പുമാർക്കും ആർക്കും തോന്നിയില്ലല്ലോ. ഇന്നത് പറയണ്ട, നാളെ ഞാൻ പറയാം എന്ന് പറയാൻ. കാരണം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ സന്ദേശം പോകേണ്ട ദിവസമാണ്. അന്ന് അതല്ല പറഞ്ഞത്, ഇവിടെ വിദ്വേഷത്തിൻ്റെതാണ്. അപ്പോൾ അതിന് പ്ലാൻഡ് ആയിട്ടുള്ളൊരു നീക്കമുണ്ട്. കാരണം നരേന്ദ്രമോദി ഒരു വലിയ നീക്കം നടത്തി. പിന്നെ കത്തീഡ്രലിൽ ചെന്ന്, പ്രത്യേകിച്ച് വൈസ്രായി നിർബന്ധിച്ച ആ കത്തീഡ്രലിൽ ചെന്നിട്ട് തൊഴുത് നിന്ന് പ്രാർത്ഥിക്കുകയാണ്.
അനുഗ്രഹം വാങ്ങിക്കുകയാണ്. ആ ഒരു മെസ്സേജ് ഇവിടെ എങ്ങും വരരുത്. അതിന് പകരം വേറൊരു വലിയ മെസ്സേജ് അതിനെ കവർ ചെയ്തുകൊണ്ട് വരണം എന്ന സംഘടിതമായ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത്. ഇതൊക്കെ BJP നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളാണ്. ഇതൊക്കെയാണ് വി രാജേഷിന് ചെറുതും വലുതുമായിട്ട് വരാനിരിക്കുന്ന അക്കാര്യത്തിൽ BJP ഒരു കൃത്യമായ മുൻവിധിയോടുകൂടി പോകേണ്ടിയിരിക്കുന്നു, കൃത്യമായി ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. അവരുടെ കൂട്ടത്തിലും ചില ക്ഷുദ്രജീവികൾ ഉണ്ടായിരിക്കാം. അല്ല, അത് അവരെ കറക്റ്റ് ചെയ്യേണ്ടത് അവരുടെ RC പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ചിലര് ഈ BJPക്കകത്ത് തന്നെ, ഈ BJPക്കകത്തല്ല, സംഘപരിവാർ സംഘടനകളിലെ ചിലര് ഇത്തരത്തിൽ ക്രിസ്ത്യാനിയെ അടുപ്പിക്കരുതെന്ന് വിചാരിക്കുന്നവരുണ്ട്. ക്രിസ്ത്യാനിയിലും ഒരു കാരണവശാലും ക്രിസ്ത്യാനി ഹിന്ദുവുമായി ചേരരുത് എന്ന് വിചാരിക്കുന്നുണ്ട്. ഇവർ രണ്ടുമല്ലാതെ മുസ്ലിങ്ങളിലൊരു ഒരു വലിയ വിഭാഗവും വിചാരിക്കുന്നുണ്ട് ഇവർ തമ്മിൽ ചേരാൻ പാടില്ല. ഇതിൻ്റെ കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പക്ഷേ ബോധ്യപ്പെടുത്താൻ ക്രിസ്ത്യാനിയിൽ ഉള്ള വിഭാഗങ്ങളും ഹിന്ദുവിലുള്ള വിഭാഗങ്ങളും കഴിയുന്നില്ല. ഇന്നലെ മൊത്തത്തിൽ അസ്വസ്ഥതയാണ് ഇവിടെ പടർത്തിയത് ഈ TV ചാനൽ പ്രക്ഷോഭണങ്ങളെല്ലാം, അവിടെ നടന്ന വാഗ്വാദങ്ങളെല്ലാം. അതായത് ക്രിസ്ത്യാനികൾ സമാധാനമായിട്ട് ക്രിസ്മസിന് ആഹാരം കഴിച്ച് ഉറങ്ങുന്നതിന് പകരം ഒരു വിദ്വേഷത്തിൻ്റെ കഥ കേട്ട് വിഷമിച്ചാണ് ഉറങ്ങിയത്. ഒരു സ്ഥലത്ത് നടന്ന ഒരു സംഭവമാണ്, ഞാൻ പറഞ്ഞില്ലേ, ലക്ഷക്കണക്കിന് നടന്നിട്ടുണ്ട്. അതിൽ ഒരു സ്ഥലത്ത് നടന്ന സമാധാനമായിട്ട് നടന്നതിന് പറഞ്ഞിരിക്കുകയാണ്. ഹിന്ദുക്കളും അതുപോലെ വിഷമിച്ചിട്ടുണ്ട്. പലരും പറയുന്നത് ഞാൻ കേട്ടതാണ്. അതായത് നമ്മുടെ അവിടെയൊക്കെ കരോള് വന്ന് നമ്മളെല്ലാം സ്വീകരിക്കുകയാണ് അവർ ചെയ്തത്, സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക. അതിന് വിലയില്ലാതായല്ലോ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്നറിയാമോ? ഒരു ചെറിയ വിഭാഗം ഈ ക്രിസ്ത്യാനിയുമായി അടുക്കരുതെന്ന് പറയുന്നവർക്ക് ശക്തി കൂട്ടാനായിട്ട് സഹായിക്കും. അപ്പുറത്തും ഇതുപോലെ തന്നെ മത ഐക്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയ ഐക്യമോ ഉണ്ടായി ഇവിടെ ഒരു സമാധാനം പുലരുകയോ അല്ലെങ്കിൽ വേറൊരു ഭരണമാറ്റത്തിനുള്ള ഒരു ദേശീയ ലൈനിൽ ചുവട് പിടിച്ചൊരു ഭരണമാറ്റത്തിനോ ഇവിടെ ഒരു കളമൊരുക്കുന്നത് ഇല്ലാതാക്കാനായിട്ട് ശ്രമം നടക്കുന്നു. ക്രിസ്ത്യൻ ഭാഗത്ത് നടക്കുന്നു. അതിനെ ഒഴിപ്പിക്കാനായിട്ട് LDFന്റെ ഭാഗത്തു നിന്നും മുസ്ലിം വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്ന് നടക്കുന്നു. ഇതിന്റെ ഒരു നാടകമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇതുപോലുള്ള നാടകങ്ങൾ ഇപ്പോൾ ഇനി കോർപ്പറേഷനകത്തും വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വി രാജേഷിനെ എടുത്തത് ശരിയാണെന്ന് ഇന്ന് തന്നെ തെളിഞ്ഞു. 20 കൗൺസിലർമാർക്കെതിരെ വെല്ലുവിളി വന്നില്ലേ ഇപ്പം തന്നെ. ഇനിയിപ്പോൾ നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ മറ്റ് കോർപ്പറേഷനുകളിൽ മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങൾ UDFനുള്ളിൽ ഉയർന്നു കേട്ടു. അപ്പോൾ അത് കൊച്ചിയിൽ കേട്ടു, തൃശ്ശൂരിലും കേട്ടു. അത് നൽകുന്ന സന്ദേശം എന്താണ്? എന്ത് തോന്നുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള വലിയ പൊട്ടിത്തെറിയുടെ ലക്ഷണമാകോ അതോ സ്വാഭാവികമായി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്ന കാര്യം? തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല എന്നുള്ളതാണ്. ഈ നിജി ജസ്റ്റിൻ തൃശ്ശൂർ മേയറായപ്പോൾ അവിടെ ലാലി ജെയിംസ് 4 തവണ അവിടെ ജയിച്ച കൗൺസിലറാണ്. അവരെയാണ് മേയറാക്കുമെന്ന് പറഞ്ഞിരുന്നത്. അവർ പറഞ്ഞിരിക്കുകയാണ് ഇത് മേയർ സീറ്റ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കൊടുത്തിരിക്കുന്നത് പെയ്ഡ് സീറ്റായിട്ടാണ്, കാശ് വാങ്ങിക്കൊണ്ടാണ്, വിലയ്ക്ക് വാങ്ങാം മേയർ എന്നുള്ളത് തൃശ്ശൂർ നടപ്പിലാക്കിയിരിക്കുന്നു എന്നാണ് ലാലി ജെയിംസ് പറയുന്നത്. കാരണം അവർക്കാണ് ആദ്യം ഇത് വാഗ്ദാനം ചെയ്തത് ഈ സീറ്റ്. അവർ സീനിയറാണ്, 4 തവണ ജയിച്ച ആളാണ്. അപ്പോൾ അവരുടെ അടുത്ത് വന്ന് DCC പ്രസിഡൻറ്റും പ്രതാപനും അടക്കമുള്ളവർ പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. നമുക്കിപ്പോൾ കാശിന് കുറവുണ്ട്, അതുകൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങളൊന്ന് മാറി നിൽക്കുക, അടുത്തത് 2ാമത്തേതോ 3ാമത്തേതോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ടേം തരാം. ഈ ടേം വീതം വെപ്പ് പോലും അതാണ് ഞാൻ ഈ ടേം വീതം വെപ്പിനെ പ്രധാനമായിട്ട്. ഒന്നാമത്തെ കാര്യം 5 വർഷം കിട്ടാതെ ഒരു മേയർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 2ാമത്തെ കാര്യം ഈ ടേം വീതം വെപ്പിലൊക്കെ ഇതുപോലത്തെ ചില സന്ധികൾ ഉണ്ടാവും. അപ്പോൾ അവർ പറയുന്നത് ഇതാണ് സംഭവിച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ കോൺഗ്രസിന് ഉത്തരം പറയേണ്ടി വരും. ഇത് തന്നെയാണ് കൊച്ചിയിൽ നടന്നത്. ഇങ്ങനെ പല കൊച്ചിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഇപ്പോൾ മേയറായി നിശ്ചയിച്ചിരിക്കുന്നയാൾ സർവ്വതാ യോഗ്യയാണ് എന്നുള്ളതാണ് പറയുന്നത്. അവരാരും യോഗ്യരല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ മിനി സംബന്ധിച്ചിടത്തോളം അവർ യോഗ്യത ഉള്ള ആൾ തന്നെയാണ്. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്ത ആൾ വന്നില്ല എന്നുള്ളതാണ്. അത് വരാതിരിക്കാൻ വേറെ രാഷ്ട്രീയമായ കാരണങ്ങളാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് രാഷ്ട്രീയമായ കാരണങ്ങളല്ല. രാഷ്ട്രീയമായ പക്വതയുള്ള ഒരാളാണ് അവിടെ തഴയപ്പെട്ടത്, സീനിയോറിറ്റി ഉള്ള ആളാണ് തഴയപ്പെട്ടത്. എന്നിട്ട് മിനിക്ക് ഇവിടെ ചാൻസ് കൊടുത്തു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇങ്ങനെ UDFനകത്ത് ഇപ്പോൾ ഇത് വരാനിരിക്കുന്ന അന്തഛിദ്രങ്ങൾ പലതാണ്. ഇപ്പോൾ ലാലി ജെയിംസ് പറഞ്ഞു ഇത് പിന്നെ KC വേണുഗോപാലിൻ്റെ കളിയാണെന്ന് വരെ അവർ പറഞ്ഞു, പരസ്യമായിട്ട് അവർ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ പിന്നെ വരാൻ പോകുന്ന പോരുകൾ തീർച്ചയായിട്ടും ഇത് LDFനൊക്കെ ഇത് വളരെ ഉപയോഗിക്കാൻ കഴിയും. അവർ പറയും ഇത്രയും നാളും 5 വർഷം സുസ്ഥിരമായ ഭരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ കോർപ്പറേഷനിൽ തന്നെ അവർക്ക് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ഇതാണ് അവസ്ഥ. ഞങ്ങൾക്ക് കോർപ്പറേഷനിൽ വളരെ മിതമായ ഭൂരിപക്ഷം ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ട് പോലും അല്ലെങ്കിൽ ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉള്ളിടത്ത് തിരുവനന്തപുരത്തായാലും എറണാകുളത്തായാലും ഒക്കെ ഞങ്ങൾ എന്ത് നല്ല ഭരണമാണ് കാഴ്ചവെച്ചത്, കോഴിക്കോടായാലും ഒക്കെ തൃശ്ശൂരായാലും ഒക്കെ. പക്ഷേ ഇപ്പം നിങ്ങൾ നോക്ക് എങ്ങനെയാണ് ഭരണം പോകുന്നത്. വന്ന് കയറിയില്ല,
ഒന്നാം ദിവസം തന്നെ പ്രശ്നങ്ങളാക്കുന്നു എന്ന് പറയാനുള്ള ഒരു അവസരമല്ലേ UDF ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് അവരുടെ വരുന്ന തെരഞ്ഞെടുപ്പുകളെ എങ്ങനെ ബാധിക്കില്ല? അവർക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ബാധിക്കാതിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ. അപ്പം അത് UDF മുന്നിൽ കാണേണ്ടതാണ്. കാണേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നാറ്റിക്കാവുന്ന മുഴുവൻ നാറ്റം ആയി കഴിഞ്ഞു. ഓക്കെ. നേരെ പറഞ്ഞു. നേരെ മറിച്ച് നമ്മൾ ഇത്തരത്തിലുള്ളൊരു വിഷയം ഹാൻഡിൽ ചെയ്തത് BJP എങ്ങനെയാണ് എന്നുള്ളത് നോക്കേണ്ടതാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് ഈ മേയർ കണ്ടൻറ്റേഴ്സായി കണ്ടസ്റ്റൻസ് ആയിട്ട് ഉള്ളത് അല്ലെങ്കിൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരുടെ പേരുകളുടെ കൂട്ടത്തിൽ ശ്രീലേഖ IPSൻ്റെ റിട്ടയർഡ് IPSൻ്റെ പേരുണ്ടായിരുന്നു, VV രാജേഷിൻ്റെ പേരുണ്ടായിരുന്നു, ഇടയ്ക്ക് അജിത്തിൻ്റെ പേരുണ്ടായിരുന്നു. അപ്പോൾ ഈ പേരുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഈ കൗൺസിലർമാർ ഏതെങ്കിലും തരത്തിൽ പരസ്യ പ്രസ്താവനയും രംഗത്ത് വന്നിട്ടും പരസ്യ പ്രസ്താവനയായിട്ട് വന്നില്ല എന്ന് മാത്രമല്ല, അവിടെ വേറൊരു അവിഹിതം കൊണ്ടല്ല മാറ്റം വന്നത്. അവിടെ വന്നത് ആ ഒരു പ്രയോറിറ്റി കൊടുത്തത് എങ്ങനെ ഈ കോർപ്പറേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, ആർക്കാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ പ്രതിസന്ധി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ശ്രീരേഖ വന്നിരുന്നെങ്കിൽ അവർക്ക് ഇതൊന്നും മാനേജ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രാഷ്ട്രീയ പ്രതിസന്ധികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം ഈ നഗരസഭയിൽ നടന്ന അഴിമതിയും മറ്റ് കുഴപ്പങ്ങളും എല്ലാം കണ്ടയാളാണ് VV രാജേഷ്. അവിടെ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയ ആളാണ്. അദ്ദേഹത്തിന് മേയറായി കസേരയിലിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പലരുമായുള്ള ബന്ധം സാധിക്കും. ഇപ്പോൾ തൃപ്പൂണിത്തറ നമ്മളിപ്പോൾ നോക്കിയാൽ 21, 20, 12 എന്നുള്ള ആ ഒരു ഭൂരിപക്ഷമാണ് അവിടെ ഉണ്ടായി. 21 BJPക്ക്, 20 LDFന്, 12 UDFന്. അപ്പോൾ ഈ ഇലക്ഷനിൽ 2 വോട്ട് അസാധുവായി അവിടെ വന്നിരിക്കുന്നു LDFൻ്റെ. അതുകൊണ്ട് BJPക്ക് 3 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ ബാബു അവിടെ ജയിച്ചിരിക്കുകയാണ്, BJPയുടെ സ്ഥാനാർത്ഥി. ഇതുപോലെ തന്നെയാണ് പാലക്കാടും. അപ്പോൾ അവർക്ക് അവരുടെ സ്ഥലങ്ങളിലൊക്കെ അവർ ഏതാണ്ട് സുരക്ഷിതമായിട്ട് അവർക്ക് കൊണ്ടുപോകാം. പക്ഷേ എനിക്ക് തോന്നുന്നു VV രാജേഷ് എപ്പോഴും ജാഗ്രതയോടെ മുന്നോട്ട് പോയിട്ടിരിക്കുന്നു. ഈ പന്തളം, ശബരിമലയുടെ തൊട്ടടുത്തുള്ള പന്തളം നഗരസഭയിൽ അവർക്ക് നേരത്തെ ഭരണം ഉണ്ടായിരുന്നു. അവിടെ വളരെ വലിയ രീതിയിലുള്ള അവിടെ ഒരു കൂട്ടുകൃഷിയാണ് നടന്നത്. അവിടെ ഒരു കൂട്ടുകൃഷി നടന്നു. അവിഹിത കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് അതിനെ അട്ടിമറിച്ചത്. അതെ. അപ്പോൾ VV രാജേഷ് ആയാലും ഇനിയിപ്പോൾ മിനിമോളാണെങ്കിലും ഏത് നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നവരും ഭരണസമിതിയും ഒക്കെ തന്നെ ചിന്തിക്കേണ്ടത് നേരെ ചെവ്വേ ഭരിച്ചാൽ ഒരു തുടർച്ച കിട്ടും, ഇല്ല എന്നുണ്ടെങ്കിൽ തൂത്തെറിയും. അത് എല്ലാവർക്കും ഒരു പാഠമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് തുടർ ഭരണം നേടുന്നു എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യം VV രാജേഷ് നന്നായി മനസ്സിൽ കൊണ്ട് നടക്കുന്നത് നന്നായിരിക്കും. അഴിമതിയുടെ കറ പുരളാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കണമെന്ന് തോന്നും. അതുമാത്രമല്ല, ഈ ടാഞ്ചിബിൾ വികസനമായിരിക്കണം. സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞുള്ള വികസനം ജനം ഇനി അംഗീകരിക്കില്ല. BJPക്ക് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. തൊട്ടറിയാവുന്ന വികസനം അവർ കൊണ്ടുവരും. മാലിന്യത്തിന് വേണ്ടി ഞങ്ങൾ ഇന്നതൊക്കെയാണ് ചെയ്തത്, ഇന്ന സ്ഥലങ്ങളിൽ ഡ്രെയിനേജ് ഫെസിലിറ്റി കൊണ്ടുവന്നു, ഇന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ മെഡിക്കൽ ഫെസിലിറ്റികൾ എയിംസ് ആണ് അല്ലെങ്കിൽ വേറെ എന്തായാലും അത് കൊണ്ടുവന്നു. അതുപോലെ തന്നെ മെട്രോ നഗരത്തിൽ യാഥാർത്ഥ്യമാക്കി. ഇങ്ങനെ ശുചീകരണത്തിനായി ഓടകൾ ഇന്നതൊക്കെ നമ്മൾ ചെയ്തു, റോഡുകൾ വൈഡൻ ചെയ്തു. ഇങ്ങനെ ടാഞ്ചിബിൾ ആയിട്ടുള്ളത് വേണം. അല്ലാതെ CPM പറയുന്നത് പോലെ ഇവിടുത്തെ ആയുർരേഖ കൂട്ടാൻ ഞങ്ങൾ കാരണമാണ് നടന്നത്, ഇവിടുത്തെ മുണ്ടെടുക്കുന്നത്, വിളക്കെ ചിരിക്കുന്നതും പല്ല് തേക്കുന്നതും ഞങ്ങൾ കാരണമാണെന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് കളിക്കാൻ പോയാൽ അതിനി നാട്ടിൽ വില പോവില്ല. തീർച്ചയായിട്ടും. ഏതായാലും VV രാജേഷ് തിരുവനന്തപുരത്തിൻ്റെ മേയറായി ചുമതലയേൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലച്ചോറിലൂടെ പായുന്നുണ്ടാകണം ഈ കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ ഒരു അണുവിട പോലും അത് മറക്കാൻ അദ്ദേഹത്തിന് തോന്നരുത് എന്നാണ് പറയാനുള്ളത്. സത്യസന്ധമായി ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം ജനങ്ങൾ ഇപ്പോൾ എല്ലാം കാണുകയാണ്. എവ്രിതിങ് അവരുടെ വിരൽത്തുമ്പിൽ ഉണ്ട് എന്ന് നിങ്ങൾ മറക്കാതിരിക്കുക. പഴയതുപോലെ ജനങ്ങളെ മണ്ടന്മാരാക്കാൻ സാധിക്കില്ല. അത് ഏത് പാർട്ടിയാണെങ്കിലും മറക്കരുതത്. ജനങ്ങൾ ഇന്നെല്ലാം കാണുകയാണ്. ജനങ്ങളുടെ പണം കട്ട് തിന്നവരൊക്കെ തന്നെ ഇന്ന് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അതിനുള്ള തക്കതായിട്ടുള്ള ശിക്ഷ ജനം കൊടുത്തിട്ടുണ്ട്. ഇനിയും അത് കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് സത്യസന്ധമായ, നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന, തൊട്ടറിയാൻ സാധിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിലേക്ക് പോവുക. പ്രധാനമന്ത്രി, സാക്ഷാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തി ഇവിടുത്തെ വികസന രേഖ പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്നാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് നടക്കട്ടെ. അത്തരത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്ന വികസന രേഖ നാടിൻ്റെയും നാട്ടുകാരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ഉതകുന്നതും ആകട്ടെ. അങ്ങനെയാണെങ്കിൽ അത് BJPക്ക് നല്ല ലക്ഷണമായിരിക്കും. കേരളത്തിലേക്ക് ഒരു ഉറച്ച ചുവടുവയ്പ് തന്നെയായിരിക്കും നിങ്ങളുടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്ത വിജയം എന്നുകൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റ്
പാർട്ടികൾ, ഇടതായാലും UDF ആണെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ച വീഴ്ചകൾ പരിഹരിക്കുവാനുള്ള സമയമുണ്ട്. അതല്ലാതെ ഗുണ്ടായിസം ചെയ്തും ഒപ്പം തന്നെ ആർക്കും മനസ്സിലാവാത്ത വിശദീകരണങ്ങൾ നൽകിയും ഇനിയും ജനങ്ങളെ മണ്ടന്മാരാക്കാൻ നോക്കരുത്. തമ്മിലടിച്ച് ഇളിഭ്യരാകാതിരിക്കാനും ശ്രദ്ധിക്കുക. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.